ഈ നിശിതമായിട്ടുള്ള ഒരു വിമർശനവുമല്ല. കേട്ടതിൻ്റെ അനുഭവത്തിൽ കുറച്ച് വാക്കുകൾ പറഞ്ഞതാണ്. നമ്മളെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. സലി KSൻ്റെ കവിതയാണ് വീണ്ടും തുടങ്ങുമ്പോൾ ആദ്യം കേട്ടത്. അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതം മിക്കവാറും എല്ലാ സൈനികർക്കും അനുഭവങ്ങളുടെ ഒരു ധാരാളിത്തം ഉണ്ടാക്കും. മിമിക്രിക്കാരും അല്ലാത്ത ആളുകളുമൊക്കെ അതിനെ പല രീതിയിൽ ട്രോളാറുണ്ട്. നമ്മളതിനൊരു പലപ്പോഴും ബടായിയായിട്ടാണ് കാണാറും കേൾക്കാറും ഒക്കെ ഉള്ളത്. പക്ഷെ അതിനപ്പുറത്ത് അവർക്ക് ഏറ്റവും തീവ്രമായിട്ടുള്ളൊരു ജീവിതമുണ്ട്. വീടും നാടും ഒക്കെ ഒറ്റപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം. അതിൻ്റെയൊക്കെ ഇടയിലും കവിതയും രാഷ്ട്രീയ പ്രവർത്തനവും സർഗാത്മക ജീവിതമൊക്കെ കാത്തുവെക്കുക എന്നുള്ളത് വലിയ ഗുണമാണ്. ഒരുപാട് കാലം മുമ്പ് ഒരു ചെറിയ കവിത ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ അന്ധവിശ്വാസമാണ് ജനാധിപത്യം എന്ന് എഴുതിയിരുന്നു. അത് ജനാധിപത്യത്തെക്കാൾ എന്തെങ്കിലും മറ്റൊരു സാധനം നല്ലത് വ്യവസ്ഥ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല ഞാൻ എഴുതിയിരുന്നത്. അദ്ദേഹം കവിത വായിച്ചപ്പോൾ ഞാൻ ആ വരിയിലേക്കാണ് പോയത്. കാരണം പലപ്പോഴും ഈ ദേശസ്നേഹം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഏറ്റവും വിരുദ്ധമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. സൈന്യം എന്ന് പറയുന്നതും പ്രതിരോധം എന്ന് പറയുന്നതുമൊക്കെ മറ്റൊരു രീതിയിൽ വായിക്കപ്പെടുകയാണ്. സാധാരണ നമ്മളെല്ലാവരും മാനവികതയെക്കുറിച്ചും യുദ്ധങ്ങളും വംശഹത്യകളും വ്യാജ ഏറ്റുമുട്ടലുകളും ഒന്നുമില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കാറുള്ളത് എങ്കിൽ പോലും സമകാലിക ഇന്ത്യയിൽ പോലും അത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജനാധിപത്യം പോലും അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥ. നമ്മൾ പറയാറുണ്ട് മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള വിമർശന ബുദ്ധിയിലാണ് നമ്മുടെ ജനാധിപത്യം പൂത്തുലയാറ് എന്ന്. പക്ഷേ ഇപ്പോൾ കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പൊതുബോധത്തിനനുസരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഭരിക്കുന്നവർ നിലനിർത്തുന്ന ഒരു അവസ്ഥയ്ക്കനുസരിച്ച് പലപ്പോഴും നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ വോട്ട് ചോറിനെ പറ്റിയൊക്കെ കേട്ടതാണ്. ഏതിൽ കുത്തിയാലും ചില പ്രത്യേക ചിഹ്നങ്ങളിലേക്ക് വോട്ട് പോകുന്നു. വോട്ട് ചെയ്തവരെക്കാൾ കൂടുതൽ വോട്ടുകൾ പിന്നീട് എണ്ണപ്പെടുമ്പോൾ കാണുന്നു. ആ ഒരവസ്ഥയിൽ ഇവരൊക്കെ കാണിക്കുന്ന കൃത്യമായിട്ടുള്ള രാജ്യസ്നേഹം അതല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഇവരുടെ വികാരമൊക്കെ എത്രമാത്രം ആത്മാർത്ഥമായി പരിഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആ കവിത പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ കൂടുതൽ അനുഭവങ്ങൾ ഉള്ളവരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ എഴുതി മുന്നോട്ട് വരണം. പിന്നെ കൃഷ്ണൻ സൗവർണികയുടെ കവിത, ആ കവിത കേട്ടാൽ എല്ലാവർക്കും അത് കേട്ടപ്പോൾ ഉള്ളിൽ ഉണ്ടായൊരാഗ്രഹം അത് ചിത്രീകരിക്കപ്പെടണം എന്നാവും അല്ലേ? എനിക്ക് തീർച്ചയായിട്ടും തോന്നി. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളുണ്ട്, ചിത്രീകരിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. വലിയ രീതിയിലൊരു പ്രതിരോധ കവിതയായിട്ട് അത് മാറുന്നുണ്ട്. അത് ചില സമയത്ത് വേഗത്തിൽ ചൊല്ലുന്ന സമയത്ത് ആ വേഗത്തിൽ ചൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ആദ്യം നമ്മുടെ സൈനികൻ മൊത്തം വിഷയങ്ങൾ എടുത്ത് വെടിവെക്കുന്ന പോലെ പെട്ടെന്ന് ചൊല്ലിപ്പോയി. അങ്ങനെ ചൊല്ലരുതെന്ന് ആദ്യമേ പറഞ്ഞതായിരുന്നു. പക്ഷെ മൂപ്പര് കവിത ചൊല്ലുമ്പോൾ സ്പീഡിലാണ് ചൊല്ലിയത്. അത് വരും കാലത്ത് കുറച്ച് കൊണ്ടുവരണം. ഇവിടെ കൃഷ്ണൻ കവിത ചൊല്ലുമ്പോൾ സ്പീഡിൽ ചൊല്ലിയപ്പോൾ പെട്ടെന്ന് അത് കീഴാളിനെയും കുരിപ്പുഴയുടെയൊക്കെ കവിതയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചൊൽക്കവിതേൻ്റെ നല്ലൊരു മുഹൂർത്തമാണ് ഉണ്ടാക്കിയത്. ആ കവിതയെക്കുറിച്ചൊക്കെ തന്നെ വരും കാലത്ത് കൂടുതൽ അത് ചിത്രീകരിക്കപ്പെടുമ്പോൾ വലിയ സംവാദങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പിന്നെ ശശിയേട്ടൻ്റെ കവിത കേട്ടു. ആദിവാസി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കവിതയായിരുന്നു. പല കവിതകളും ആ രീതിയിലൂടെ വന്നു. അതെല്ലാം തന്നെ നമുക്ക് എല്ലാവരോടുമുള്ള അനുഭാവം. നമ്മളൊക്കെ തന്നെ പല രീതിയിൽ വേട്ടയാടപ്പെടുമ്പോൾ ഈ വേട്ടയാടപ്പെടുന്ന എല്ലാ മനുഷ്യരോടുള്ള അനുഭവങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പിന്നെ ദർശനയുടെ കവിതയായിരുന്നു. ദർശനയുടെ കവിതയിൽ നല്ല ഭാഷയാണ്. നമ്മൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്യഭാഷ അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ കവിതയുടെ ഒരു ഭാഷ അതിൽ നന്നായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ കൂട്ടിച്ചേർക്കുന്നത് നല്ല സൗന്ദര്യത്തോട് കൂടിയിട്ടാണ്. ഈ തൊട്ടു നോക്കല എന്നുള്ളതൊന്നും ഏറ്റവും പുതിയ കാലത്തെ ആളുകൾക്ക് ഒരുപക്ഷെ ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവില്ല എങ്കിൽ പോലും ഈ ഭാഷ അല്ലെങ്കിൽ കവിത എന്ന് പറയുന്നത് പദങ്ങളുടെ വലിയൊരു ഭരണിയായി മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾ നഷ്ടപ്പെടാതെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വലിയ കടമയാണ്. നല്ല കവിതയായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. റാലിമ കവിത ചൊല്ലി ചൊല്ലുമ്പോൾ അത് ഈ പാരിസ്ഥിതിക വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കവിതയായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു നദി ഒരു സ്ത്രീ തന്നെയായിട്ട് വരുമ്പോൾ രണ്ടും കൂടി കൂട്ടിയിണക്കിയ ഒരു കവിതയാവുമെന്ന് വിചാരിച്ചു. ഒരു പരിധി വരെ അങ്ങനെ തന്നെ പോയി. പിന്നെ അതിൽ പെട്ടെന്ന് നമുക്ക് ചില കവിത വായിക്കുമ്പോൾ ചില വാക്കുകളിൽ വരുമ്പോൾ അത് മുളച്ച് നിൽക്കുന്ന പോലെ തോന്നും. മണൽ മാഫിയ വിരിച്ച ചുഴിയിൽ എന്നൊക്കെ ഒരു കവിതയുടെ ഇടയിൽ പറയുമ്പോൾ
അത് പലപ്പോഴും ഒരു ലേഖന സ്വഭാവത്തിൽ, ഒരു പാരിസ്ഥിതിക ലേഖനത്തിൻ്റെയൊക്കെ ഒരു ഘടനയിലേക്ക് അറിയാതെയെങ്കിലും മാറുന്നുണ്ട്. പറ്റുമെങ്കിൽ വീണ്ടും അത് മാറ്റി എഴുതുമ്പോൾ അത്തരത്തിൽ പച്ചയ്ക്ക് അതിലേക്ക് പോവാതെ മറ്റൊരു രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നീട് ചാക്കോ മാസ്റ്റർ കവിതയാണ് കേട്ടത്. അതും ഒരു പക്ഷേ നമുക്ക് ഈ 2025, 2026 എന്നൊക്കെ വർഷക്കണക്കിൽ എഴുതുമ്പോൾ അത് അവിടെ നിന്നു പോകുമോ എന്ന ചില ആശങ്കകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആ കവിതയിൽ ഒരുപാട് രൂപകങ്ങൾ കൃത്യമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 6 എന്നൊക്കെ പറയുന്നത് ഭ്രൂണവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എഴുതുന്നുണ്ട്. മാത്രമല്ല അത് രൂക്ഷമായിട്ടുള്ള ഒരു സാമൂഹ്യ വിമർശനം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന കവിതയായിരുന്നു. എപ്പോഴും ഈ ഒരു പ്രതിരോധത്തിൻ്റെ പാതയിൽ എപ്പോഴും നിലനിൽക്കുക എന്നുള്ളത് വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ്. പിന്നെ ജയറാം വാഴൂരിൻ്റെ കവിതയും കേട്ടു, അതും നല്ല ഘടനയായിരുന്നു. പിന്നെ ജിനൻ ഏട്ടൻ്റെ കവിത ദീർഘകാലമായിട്ട് എഴുതുന്ന ആളുകളാണ്. പല കാലങ്ങളിൽ നടത്തിയ ആ യാത്രക്കിടയിൽ ഏതെല്ലാം രീതിയിലാണ് ആ ബിംബങ്ങളൊക്കെ തന്നെ ജീവിതത്തെ സ്പർശിച്ചത്, നമ്മുടെ ദർശനത്തെ സ്പർശിച്ചത് എന്നൊക്കെ കൃത്യമായും അടയാളപ്പെടുത്തിയ ഒരു കവിതയായിരുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ രമ്ന വികാസിൻ്റെ കവിതയാണ് കേട്ടത്. വളരെ വൈയക്തികമായിട്ടുള്ളൊരു കവിതയായിരുന്നു. ഇത്രയും കവിത കേട്ടിട്ടും, 22 കവിത കേട്ടിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ചടപ്പുമില്ല, ഒരു ക്ഷീണവുമില്ല, ഒരു ആലസ്യവുമില്ല എന്നുള്ളതാണ് ഇത്രയും കവിത കേട്ടിട്ടും ഇങ്ങനെ ഇരിക്കാനുള്ള, ഊർജ്ജത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു പ്രചോദനം. നിങ്ങൾ ചൊല്ലിയതൊക്കെ, നിങ്ങൾ ശ്രമിച്ചതൊക്കെ ഏറ്റവും നല്ല കവിതകളോ ഏറ്റവും നല്ല കവിതയിലേക്ക് അടുക്കുന്ന രീതിയിലുള്ള എഴുത്തുകളോ ആയിരുന്നു. നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും എഴുതി തെളിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൂടിച്ചേരലാവട്ടെ. ഇപ്പോഴും ഊർജ്ജസ്വലമായിട്ട് ഉച്ച തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ആ ഒരു കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നിങ്ങളുടെ വരികൾക്കാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ആരുടെയാ? യു ജി രാജൻ എൻ്റെ കവിത എന്ന കവിതയാണ്. അതെ, യു ജി രാജൻ. ഇതെല്ലാം കൂടി ഇതിൽ എഴുതിയപ്പോൾ യു ജി രാജൻ എൻ്റെ കവിത. ആ കവിതയെക്കുറിച്ച് തന്നെ, എഴുത്ത് രീതിയെക്കുറിച്ച് തന്നെയുള്ള ഒരു കവിതയായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, തെരുവിൻ്റെ കവിത ആയിട്ടാണ് അത് എഴുതുന്നത്. വൃത്തതാളങ്ങൾ അധമമായേക്കാം എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സച്ചിദാനന്ദ മാഷൊക്കെ മുമ്പ് എഴുതിയതായിട്ടുള്ള കവിതകളൊക്കെ ഓർമ്മ വന്നു. എൻ്റെ കവിതയ്ക്ക് വൃത്തം ഉണ്ടാവില്ല, താളം ഉണ്ടാവില്ല. നമ്മളെല്ലാ കാലത്തും പറയാറുണ്ട്, എല്ലാ കാലത്തും രാജാവിന് ഉണ്ണി പറഞ്ഞാൽ പാട്ടുപാടി ഉറക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല കവിത. അതിനപ്പുറത്ത് ഉറക്കം നടിക്കുന്ന ആളുകളെ ഉണർത്താനും അവരുടെ കുത്തിന് പിടിച്ച് കുലുക്കി ഉണർത്താൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ് കവിത എന്ന് പറയാറുണ്ട്. വൃത്തവും താളവും ഒന്നും കവിതയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഭവമേ അല്ല. യു ജി രാജൻ്റെ കവിതയിൽ അതാണ് പറഞ്ഞിരുന്നത്. ഇതിന് വൃത്തമോ താളമോ രൂപഭംഗിയോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതിനപ്പുറത്ത് ഇതിന് പ്രതിരോധത്തിൻ്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ കൂടിച്ചേരലിനും ആ രാഷ്ട്രീയമാണുള്ളത്. വളരെ മതനിരപേക്ഷമായി, ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടി, സുതാര്യമായി, ധീരമായി ജീവിക്കുകയും എത്ര ഏറ്റുമുട്ടലുകൾ ഉണ്ടായാലും അതിനപ്പുറത്ത് നമ്മുടെ കാവ്യജീവിതവും വ്യക്തിജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകണം എന്ന് നമ്മളെല്ലാവരും കൂടി പ്രഖ്യാപിക്കുന്ന പുതുവർഷത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു കാവ്യ സംവാദ വേദി കൂടിയാണിത്. എല്ലാ അർത്ഥത്തിലും ഈ വരവ് വെറുതെ ആയില്ല, മുതലായി എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പറഞ്ഞു ജീവിത പാഠം അല്ലേ, ആ കവിതയല്ലേ? അത് നല്ല ഘടനയുള്ള കവിതയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഇത് കേട്ട് ഞങ്ങളുടെ അനുഭവം പറയുക എന്നുള്ളതിനേക്കാൾ അവരൊക്കെ ഞങ്ങളെക്കൊണ്ട് പ്രായം കൊണ്ടൊക്കെ, ഞാൻ 44 വയസ്സായിട്ടേ ഉള്ളൂ. ജിനൻ മാഷൊക്കെ എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ കവിത എഴുതിയ ആളുകളാണ്. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുന്നു, അല്ലാതെ ഇതൊരു മാർക്കിടലോ വിമർശനമോ ഒന്നുമല്ല. കേട്ടു. അതെ, ആക്കണം. നിങ്ങളെയൊക്കെ കൂടെ നടന്നിട്ട് ആൾക്കാർ വിചാരം എനിക്ക് 65 വയസ്സുണ്ട്. ഞാൻ ഇടയ്ക്ക് രാവുണ്ണിന്നൊക്കെ വിളിക്കും, എടാന്നൊക്കെ വിളിക്കും. അതുപോലെ എല്ലാവരും, മിക്കവാറും സച്ചിദാനന്ദ മാഷ് തൊട്ട് എല്ലാവരും പേര് വിളിക്കും, ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ പള്ളക്ക് കുത്തും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനും ഈ വയസ്സന്മാരൊക്കെ ഒപ്പം നടന്നിട്ട് ഇനിയും മിക്കവാറും എല്ലാവരും സപ്തതിയിലേക്ക് കൂടിയിട്ട് എനിക്ക് വളരെ കുറച്ച് പ്രായമുള്ളൂ, പക്ഷെ കണ്ടാൽ ഒത്തിരി വളരാൻ തോന്നുന്നു. ഈ രാവണിയാണ് എന്നോട് ഒരു കണ്ടാൽ അവസ്ഥ ആലോചിച്ചു. മര്യാദയ്ക്ക് എണ്ണ വെച്ച് കുളിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കുളിപ്പിച്ചാൽ അറിയാൻ പറ്റും. ബിജു മാഷ് ഇതിൻ്റെ മൊത്തത്തിലെ കാര്യങ്ങൾ ഒരു അവലോകനം പോലെ പറഞ്ഞ് അവസാനിപ്പിക്കും. അതിനുവേണ്ടിയാണ് ഇത്തിരി മാറ്റി സൈഡിലേക്ക് ഇരുത്തിയാണ് ടോട്ടലൊന്ന് പറഞ്ഞു. കാരണം ഈ ഭാരമുള്ളവർക്ക് അങ്ങോട്ട് കൊടുത്തതല്ലേ
അതാണ് നല്ലത്. നമുക്ക് രക്ഷപ്പെടാമല്ലോ. എസ്കേപ്പിസം പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ വീടിനടുത്ത് ഒരു ശിവരാജ് മാഷുണ്ട്, ഇ കെ ശിവരാജ് എന്ന് പറയും. ആ മാഷിൻ്റെ ഒരു പുസ്തകത്തിൽ അതിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത് രാവണേട്ടനാണ്. അപ്പോൾ ഇപ്പം വീണ്ടും 3-4 പുസ്തകം ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു പുസ്തകത്തിന് കവിതയ്ക്ക് അവതാരി എഴുതാൻ വേണ്ടിയിട്ട് കുരീപ്പുറ ശ്രീകുമാറിൻ്റെ അടുത്തേക്ക് ചെന്നു, ഒന്ന് എഴുത്തരാമെന്ന് ചോദിച്ചു. കാരണം ഇവർ വലിയ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ശ്രീകുമാരേട്ടൻ പറഞ്ഞു, ഞങ്ങളൊക്കെ രാവണേട്ടൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം വലിയേട്ടാന്ന് വിളിക്കണം, ഈ മാഷ വിളിക്കണം. ശ്രീകുമാരേട്ടൻ പറഞ്ഞു, വലിയേട്ടൻ എന്താ ഈ പറയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് വലിയേട്ടൻ്റെ കവിതയ്ക്ക് ഞാൻ അവതാരി എഴുതും. എന്നുവെച്ചാൽ 70 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഈ സാറിന് കുരീപ്പുഴയൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഇദ്ദേഹം എഴുത്തുറങ്ങാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പുസ്തകത്തിന് നമ്മളെന്താ അഭിപ്രായം പറയാനാണ്. ജിനമാഷയുടെ കവിതയിൽ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങളിങ്ങനെ അപ്പുറത്തേക്ക് നോക്കുമായിരുന്നു. ജിനമാഷ ഇവിടുന്ന് കവിതയില്ല, ജിനമാഷ കവിതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കവിതയെക്കുറിച്ച് വിലയിരുത്തലോ കാര്യങ്ങളൊന്നുമല്ല. അമ്മ ഫസ്റ്റ് കവിത നമ്മുടെ യുദ്ധമായി അല്ലേ, ഞാനങ്ങടെ പുറത്തേക്ക് പോയപ്പം അല്ല കവിതയില്ല, ആദ്യത്തെ കവിത ഈ സെക്ഷനിൽ വന്നത് ഫസ്റ്റ് കവിത ഞാൻ പുറത്തേക്ക് പോയ സമയത്ത് അല്ലേ. അപ്പോൾ അതിനകത്തേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ സലീം കേസ് ഈ നമ്മുടെ ഈ ഇപ്പം മേജർ രവിയുടെ സിനിമയൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് പട്ടാള കഥകൾ എന്ന് പറഞ്ഞ തന്നെ കഥകൾ വന്നിട്ടുണ്ട്. പക്ഷെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് മലയാളത്തിൽ കവിത ഉണ്ടായിട്ടുണ്ടോ? മിലിറ്ററി അനുഭവവുമായി ബന്ധപ്പെട്ട് സുധീറായിട്ട് പക്ഷെ പൊതുവെ കുറവാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ അനുഭവം ചെറിയ അനുഭവമല്ല. എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരവിടെ നിന്ന് വന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു സംഭവം അത് സിനിമയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് നമ്മുടെ ഒരു അതിർത്തിയുടെ ഒരു ചെറിയൊരു കമ്പിവേലിയുടെ അപ്പുറത്ത് വേറൊരു രാജ്യമാണ്, കമ്പിവേലിക്ക് ഇപ്പുറത്ത് വേറെ രാജ്യമാണ്. അപ്പുറത്തുള്ള വീട് ഇപ്പുറത്തുള്ള വീട് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും വളരെ വളരെ സൗഹൃദത്തിലാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള നമ്മുടെ അതിർത്തിക്ക് ഇപ്പുറത്തുള്ള വീട്ടിലെ പല അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇവിടുന്ന് ഈ കോഴിമുട്ടയൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോകും. അവിടെ ചെന്ന് ഈ കോഴിമുട്ട കൊടുത്തിട്ട് അവിടെ അരി മേടിച്ചിട്ട് വരും, പഴയ ബാർട്ടർ സിസ്റ്റമായി. അല്ലെങ്കിൽ അവിടെയുള്ള പലഹാരങ്ങൾ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പെട്ടെന്നൊരു ഓർഡർ വരികയാണ്, ഷൂട്ട് ഔട്ട് സൈറ്റിൽ നിന്നൊരു ഓർഡർ വന്നാൽ പിന്നെ ഒന്നും നോക്കാൻ പറ്റില്ല, വെടിവെക്കും. അവിടുത്തെ അവസ്ഥയാണ്. എന്താണ് ചുള്ളിക്കാട്ടിലെ സഹജനത്തിൻ്റെ അവസാന വരി, കപ്പലിൻ കാളം മുഴങ്ങി തുറമുഖം വിട്ടുപോകാൻ നേരമായി, ആഴങ്ങൾ ആർത്തലയ്ക്കുമ്പോൾ ഇരുമ്പ് പലകമേൽ ഒറ്റയ്ക്ക് ജീവിതം നിൽക്കെ കടൽക്കാറ്റ് നിർത്താതെ കൊത്തിപ്പറിക്കുന്നു നമ്മുടെ അർത്ഥമില്ലാത്ത പതാകകൾ എന്നാണ് പറയുന്നത്. അവിടെ മനുഷ്യനാണ്, ഇവിടെ മനുഷ്യനാണ്. ഇതിൻ്റെ ബോർഡറിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു യോദ്ധാവിൻ്റെ അനുഭവം ഭയങ്കരമാണ്. അത്തരമൊരു അനുഭവം. കാരണം ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ നമ്മൾ പട്ടാള കവിതകൾ എന്ന് പറയുന്ന സംഭവമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ അനുഭവങ്ങളെ കാവ്യാത്മകമാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധേയമായ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത സലി കെ എസിൻ്റെ കവിത കേട്ട് ഞാനത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു വരുന്ന സമയത്ത് അവസാന ഭാഗം കേട്ട്. അത്തരമൊരു സാധ്യത നമുക്ക് ഉണ്ട്. പിന്നെ അമ്മപ്പോതിയാണ്, അത് ഇവിടെ പറഞ്ഞു. അതിനകത്ത് പല വാക്കുകളും, അതായത് മലവാഴി അമ്മയും പെണ്ണാണ്, മച്ചിലെ ദേവിയും പെണ്ണാണ്, കരിങ്കാളി അമ്മയും പെണ്ണാണ്, എൻ്റെ അമ്മയും പെണ്ണാണ്, ഇതൊക്കെ പെണ്ണാണ്. അപ്പോൾ നേരത്തെ ഇവിടെ രാവണേട്ടൻ പറഞ്ഞ പോലെ ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളെ നമ്മൾ നിർവചിക്കുന്നത്, അവരുടെ ജീവിത അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള അതിൻ്റെ സാധ്യതകൾ, അത്തരം സാധ്യതകളെ വളരെ മനോഹരമായി അവതരിപ്പിച്ചൊരു കവിതയാണ്. പറഞ്ഞ പോലെ അത് മറ്റേ കുരീപ്പുഴയുടെ കവിതയുടെ ഒരു ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു സാദൃശ്യം തോന്നിയെന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടൊരു കവിത വീട്ടി പട്ടത്തിരിപ്പാട് അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ അനുസ്മരണ പരിപാടി ആദ്യമായി ഞാൻ കവിതയില്ല എന്നാണ്. ആ കവിത ശരിക്കും പറഞ്ഞാൽ കക്കാടിൻ്റെ സബലമി യാത്ര എന്ന് പറഞ്ഞാൽ അതേ കവിത തന്നെയാണ്. അത് വായിച്ചിട്ടുള്ള ഇൻസ്പിറേഷൻ അതനുസരിച്ച് സാധനം എഴുതി അവതരിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ
മഞ്ഞപ്പുറ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ആ കവിതയിൽ ചില മാറ്റം വരുത്തി. കാര്യം കവിതയ്ക്കകത്ത് സംഗതി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സബലമി യാത്ര ഓടി വരും. അതുപോലെ ഒരു കവിതയ്ക്ക് അത് ചിര സുഹൃത്തെ സഖാവ് എന്ന് പറയാൻ തുടങ്ങി. ഡിഗ്രിക്ക് ശേഷമാണ് ഈ ചിര സുഹൃത്തെ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഓർമ്മ വരും. അപ്പോൾ ഇത്തരം ചില ടെക്നിക്കലായ ചില സൂത്രങ്ങൾ ഈ സിനിമയിൽ പാട്ടെഴുതുമ്പോൾ ചില തന്ത്രങ്ങൾ ധരിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ ചില സംഗതികൾ എഴുത്തിൽ വന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് പിന്നെ എൻ്റെ കവിത അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞു. അതിനകത്ത് ഇത് ടൈപ്പിൽ ചെന്ന് ചെറിയൊരു മിസ്റ്റേക്ക് അതിനകത്ത് കണ്ടു. എനിക്ക് മനുജ എന്നാണ്, മനുജ എന്നതിന് പകരം പ്രിൻ്റ് അത് ടൈപ്പ് ചെയ്തതിൽ വന്ന ചായയാണ് പറഞ്ഞത്. അപ്പോൾ ടൈപ്പ് ചെയ്തതിൽ വന്ന ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ശശിയുടെ കവിതയുടെ പ്രത്യേകത ചേട്ടനൊക്കെ ഞാൻ വിളിക്കാം, കുഴപ്പമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അതിനകത്ത് അവസാനത്തെ വരി മുഷിഞ്ഞ് വേറൊരു വാക്ക് കഴിഞ്ഞിട്ട് മുന്നോട്ട് നടത്തരുത്. മുഷിഞ്ഞ് വേറൊരു വാക്കില്ലേ, മുഷിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വാക്കുണ്ട്, മുഷിഞ്ഞ് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നടത്തരുത് എന്ന് പറയുന്ന ഇത് വേറെ ആരുടെയോ തീരുമാനമാണ്. മുഷിഞ്ഞവനാണ്, കർത്തവനാണ്, ആദിവാസിയാണ്, ദളിതരാണ്, അവൻ ഒരിക്കലും മുന്നോട്ടേക്ക് കയറ്റി വിടരുത് എന്നൊരു സംഗതി സൂചിപ്പിച്ചിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. പക്ഷേ അത് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ഇന്ന് നടന്ന രാവിലത്തെ ചർച്ചയും അതുപോലെ മധുവിൻ്റെ ജീവിതവും മധുവാക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയൊരു കവിതയാണെന്ന് പറയും. വാസ്തവത്തിൽ ആ കവിത ഇന്ന് രാവിലെ നടന്ന ക്ലാസ്സിൻ്റെ റിസൾട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കവനം എന്ന് പറയുന്നത് ഈ ക്യാമ്പിൻ്റെ റിസൾട്ടായിട്ട് ആ കവിത മാറുകയാണ്. അങ്ങനെ പെട്ടെന്നുണ്ടായൊരു കവിതയാണെങ്കിൽ അപ്പോൾ എഴുതിയാണ്. അപ്പോൾ ഞാനത് ധരിച്ചപ്പോൾ എനിക്ക് ഞാൻ കേട്ടതിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ ദർശനയുടെ കവിത നല്ല ഒന്നാന്തരം വൃത്തത്തിലാക്കാവുന്ന കവിത. ചില സ്ഥലങ്ങളിൽ മാത്രം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ മാത്രം കറക്റ്റ്. ഇപ്പം നമ്മുടെ എന്താ പറയുക, ഘടികാരം നിത്യചലിതം കാലത്തിൻ കണക്കെടുപ്പിൻ്റെ കുടുംബ പുസ്തകം എന്ന് തുടങ്ങുന്ന ആ ക്രമത്തിലേക്ക് ചില വാക്കുകളും ചില അക്ഷരങ്ങളും മാറിക്കഴിഞ്ഞാൽ ആ വൃത്തത്തിനകത്തേക്ക് ആവും വാക്കുകൾ. ചില ഭാഗത്ത് മാത്രം വളരെ അപൂർവമായിട്ടുള്ളൂ. പിന്നെ ആശയപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, ബാക്കി അപ്പുറത്തൊരാൾ പറയാൻ കാത്തിരിപ്പുണ്ട്. അതുപോലെ റാമിലയുടെ കവിതയിലൊരു പ്രയോഗമുണ്ട്, കണ്ണുനീ ഒഴുക്കിനെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വലിയ ഓർമ്മയില്ല, തപ്പിയെടുക്കാൻ വേണ്ടി മറയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഈ ചാർലി ചാപ്ലിനാണ് പറഞ്ഞത് മഴയത്തിറങ്ങി നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം. മഴയത്തിറങ്ങി നടക്കുമ്പോൾ, അതായത് എൻ്റെ കരച്ചിലാരും കാണുകയില്ല. ഇതെന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു പ്രയോഗം. അപ്പം ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതേണ്ടി വന്നപ്പം ഞാൻ ആ വരി തുടങ്ങിയത് ഇങ്ങനെയാണ്: മഴയുടെ നീല യവനികയ്ക്കപ്പുറം അഴകിൻ്റെ ചന്ദ്രിക വിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് തുടങ്ങിയത്. മഴയുടെ നീല യവനികയ്ക്കപ്പുറം അഴകിൻ്റെ ചന്ദ്രിക വിരിഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വരി എഴുതാനുള്ള ഒരു പ്രചോദനമായി മാറിയത് ഈ ചാപ്ലിൻ്റെ ഒരു പ്രസ്താവനയാണ്, ആ ഒരു ഡയലോഗാണ്. അപ്പോൾ ആ കവിതയും അതുപോലെ ചാക്കോ മാഷിൻ്റെ റീത്ത് മതേതരത്വം പെണ്ണിൻ്റെ കവിളത്ത് അടി വീഴണമെന്ന് കേൾക്കുന്നില്ല, അതായത് നമ്മുടെ കഥന പൊട്ടുവാണല്ലോ ന്യൂ ഇയറായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. പക്ഷേ ഈ ചാക്കോ മാഷ് കവിത ചൊല്ലുന്നത് ചൊല്ലുമല്ല, അഭിനയിക്കുക ചെയ്യും. ആ സൗണ്ടിൻ്റെ മോഡുലേഷനൊക്കെ അങ്ങ് മാറുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഈ ആ കവിതയെ ഈ മറ്റേ ഇത് ചെയ്യുന്ന പോലെ ഇപ്പം മറ്റേ കൊച്ചു പ്രോഗ്രാംസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും അതിൻ്റെ ഒരു സാധ്യത, ഒരു അഭിനയത്തിൽ ഒരു സാധ്യത, അത് ഇവിടുത്തെ ഒരു നിർവചനം രാവിലെ പറയുകയും ഇതൊന്നും നമുക്ക് ഓർമ്മ വയ്ക്കുന്നില്ല, ഒരു സാധ്യത തോന്നി. അപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം പറയാം. മുരളിയേട്ടൻ, അതായത് ഭരത് മുരളി ഒരു പശുക്കുട്ടിയുടെ മരണം എന്ന് പറയുന്ന കവിതയെ സ്റ്റേജിൽ അവതരിപ്പിച്ചു ഒറ്റയ്ക്ക്. ഞങ്ങൾ മാവേലിക്കര ഞങ്ങളെല്ലാം കൂടി വട്ടം കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ കവിതയെ ഒരു രംഗാവിഷ്കാരം ചെയ്യുകയാണ്. അത്തരം സാധ്യതകൾ നമ്മുടെ ഒരു കാഴ്ചയായിട്ട് മാറുന്ന സാധ്യതകളുണ്ട്. പിന്നെ അതിനകത്ത് മെഴുകുതിരിയെക്കുറിച്ച്, മെഴുകുതിരിയിൽ ഉരുകിപ്പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പന്തത്തിൽ എണ്ണ ഒഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറേ സൂചനകൾ അതിനകത്ത് പോകുന്നുണ്ട്. പിന്നെ ജയറാം വാഴൂരിൻ്റെ ആ പഴയ ഈ പാഠാവലി എന്ന് പറയുന്ന കവിതയിൽ മറ്റേ കവിതയാണ് ഞാൻ ഇപ്പോഴാട്ടോ ഇതിനകത്ത് ഇത് നമ്മളിപ്പോൾ അയച്ചു കിട്ടാൻ ഇത്തിരി പ്രശ്നം, കാരണം ഇപ്പോൾ വന്നോളൂ ആ കവിത. ഈ പാഠാവലി എന്ന് പറയുന്ന കവിത ശരിക്കും നമ്മുടെ പഴയ കൂട്ടുകുടുംബത്തിൻ്റെയും പഴയ ജീവിതത്തിൻ്റെയും അനുഭവങ്ങൾ,
കറി വയ്ക്കുന്ന മുതൽ വട്ടം കൊഴിയുന്ന ഭക്ഷണം കഴിക്കുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ്. പിന്നെ ജിനൻ മാഷിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഒരേ സ്ഥലത്ത് നമ്മളെങ്ങനെ കാണുന്നു. ഇന്നലെ കണ്ട പുഴയല്ല നമ്മൾ ഇന്ന് കാണുന്നത് എന്ന് പറയില്ല. ആ വെള്ളം ഒഴിപ്പോയി, വേറെ വെള്ളമാണ് വരുന്നത് എന്ന് പറയുന്ന പോലെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഈ കാഴ്ച എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ ആ കാഴ്ച തീർച്ചയായും ജന്മാഷിൻ്റെ തന്നെ മാറ്റമാണ്. അവസാനം പൊക്കളിൽ വന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഭൗതിക സാഹചര്യം വേറെ കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരേ കാര്യങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായി മാറ്റുന്നിടത്ത് കവിത സജീവവും സക്രിയവും ആവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കവിത ഞാനിതുവരെ വായിച്ചില്ല, നമ്മുടെ കൂട്ടുകാരിയുടെ രമണയുടെ കവിത വായിച്ചില്ല. അത് വെച്ചാൽ എനിക്കത് കേൾക്കാനേ പറ്റുള്ളൂ. കേൾക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ കൃത്യമായത് നമുക്ക് അത് ബോധ്യപ്പെടില്ല. ഇപ്പോഴാണ് ഇത് വന്നത് ഈ ഫോണിലേക്ക് ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളായിരുന്നു. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, അതെല്ലാം ഈ പറയുന്ന ആളുകളുടെ, എഴുതിയ ആളുകളുടെ ഉള്ളിൽ കൊണ്ട് തന്നെ വന്നതാണ്. അവരുടെ മനസ്സ് തൊട്ട് വന്നതാണ്, അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വന്നതാണ്, അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വന്നതാണ്, അവരുടെ ചില തീരുമാനങ്ങളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എഴുതിയ ഒരാളും അതിൻ്റെ ശില്പപരമായ ഘടനയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ പോലും കവിതയിൽ കള്ളം പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവനവനോട് സത്യസന്ധത പുലർത്താൻ കഴിയുക എന്നതാണ് എഴുത്തുകാരൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവനവനോട് സത്യസന്ധത പുലർത്താൻ എല്ലാ എഴുത്തുകാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അരിയല്ലൂർ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്നത് വെറുതെ ആയില്ല, ഞങ്ങൾക്കും കുറേ ഗുണങ്ങൾ കിട്ടി എന്നത് 100% ശരിയാണ്. പല കാഴ്ചകളും നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുടർന്നും എഴുത്ത് സജീവമായിട്ട് പോകട്ടെ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മൈക്ക് ബിജു മാസ്റ്റർ. പ്രിയമുള്ളവരെ, എന്തായാലും ഈ കവിതകളുടെ അവതരണം കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മൾ നന്നായി ഈ ഒരു ക്യാമ്പിൽ ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത്രയും കവിതകൾ ഇവിടെ അവതരിപ്പിച്ചു പോയപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പുതിയ കാലത്തിൻ്റെ കവിതകളുടെ പൊതു സ്വഭാവം, അത് ഓരോരുത്തരും അവതരിപ്പിച്ച കവിതകളെ എല്ലാം കൂടെ നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. കാരണം ഇപ്പോൾ കവിത എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ അനുഭവങ്ങൾ കവിതയ്ക്ക് വിഷയമാകാം. എന്നാൽ മറ്റൊരാൾക്ക് വ്യക്തിയനുഭവങ്ങൾ ആകണമെന്നില്ല. ഈ സമൂഹത്തിൽ കാണുന്ന പലതും അവരെ വല്ലാതെ പൊള്ളിപ്പിക്കുമ്പോൾ ഭാഷയെ, ഈ ഇമേജറി, ചിത്ര ഭാഷയിലൂടെ അത് നമ്മിലേക്ക് പകർത്തിത്തരാൻ ശ്രമിക്കും. മാത്രമല്ല ഈ ഭാഷയിൽ തന്നെ ചില പുതുമകൾ ഉണ്ടാക്കാൻ പലരും ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അനുഭവം, അതുപോലെ ആ ഭാഷയിലെ പുതുമ, പിന്നെ ആ ചിത്ര സൗന്ദര്യം, ഒരുപക്ഷെ അതൊക്കെ ഒരു എഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അധികമായി തന്നെ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതെ കവിതയെ ഒന്ന് സ്വഗതമായി പറഞ്ഞ് കുറുക്കുന്ന ചില സംഗതികളും കവിത എഴുത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഈ സാമൂഹിക പ്രതിബദ്ധത, അത് നമ്മൾ പൊതുവെ പറഞ്ഞു പോകുന്നതാണെങ്കിലും ചില എഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അത് ഈ കാലത്ത് ഏറെ പ്രസക്തമായതാണെന്ന് നമ്മളോട് തന്നെ ആ വാക്കുകൾ വിളിച്ചു പറയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കവിതകളെല്ലാം ഈ സ്വകാര്യ അനുഭവങ്ങളിൽ നിന്ന് രാഷ്ട്രീയ മാനങ്ങളിലേക്ക് പകർന്നു പോകുന്ന എഴുത്ത് വിശേഷങ്ങളും, പിന്നെ ഈ ശരീരം, ജാതി, വർഗം, അധികാരങ്ങൾ, ലിംഗബോധം, ഇങ്ങനെയൊക്കെയുള്ള പലതിനെയും പല കവിതകളും കേട്ടുപോയപ്പോൾ നമുക്ക് അറിയാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഇതെല്ലാ തരത്തിലും പരീക്ഷിക്കാൻ കഴിയുന്നതാണ് കവിത എന്ന് ഈ ചൊല്ലിയ 22 പേർക്കും ഒരുപക്ഷെ മറ്റൊരു കവിത കേൾക്കുമ്പോൾ തിരിച്ചറിയും.
അല്ലേ? വാക്ക് എരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നതെന്താണു കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി എന്ന് പറയാം. വാക്ക് എരിയുന്ന അടുപ്പിൽ നിന്ന് തീക്കനലുകളെ കോരി തിന്നാൻ നമ്മൾ ഒന്ന് ശ്രമിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് മറ്റുള്ളവരിലേക്ക് എത്താൻ പാകത്തിനുള്ള അനുഭവിപ്പിക്കുന്ന ചെമ്പരത്തികൾ ഉണ്ടാകുമെന്ന് കുരിയപ്പുഴ തൻ്റെ ഒരു കവിതയിലൂടെ പറഞ്ഞു പോകുന്നു, കറുത്ത നട്ടുച്ച എന്ന കവിതയിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം ചില വാക്കുകൾ നമ്മുടെ വല്ലാതെ വേദനിപ്പിക്കും. ഞാനിപ്പോൾ ഈ കവിത, നമ്മുടെ കൃഷ്ണൻ സൗവർണികയുടെ കവിത അതേ ചൊല്ലുന്ന നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ അതിലെ പ്രയോഗങ്ങളുടെ ആ പൊള്ളിക്കലുകൾ, ഈ അടുപ്പിലിട്ട് പിന്നെ ഇങ്ങനെ തിളച്ച് മറിയുന്നത് പോലെ, അടുപ്പിലെ തീ ഇങ്ങനെ കത്തുമ്പോൾ തിളച്ച് മറിയുന്നത് പോലെ വാക്കുകളെ തിളപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകം തന്നെ അതിൽ ശ്രമിച്ചു. ഈ അമ്മ പോതി പണ്ട് സഹോദരനാൾ തിരുവിതാംകൂർ അവിടെ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലാ വിഭവങ്ങളും കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന അന്നമെല്ലാം കൊടുക്കുന്ന മനുഷ്യൻ പറഞ്ഞ അങ്ങും ചോദി അടിയനും ചോദ്യം, അങ്ങും ചോദ്യമാണ് അടിയനും ചോദ്യമാണ്. പക്ഷെ ഇത് പലപ്പോഴും അമ്മ സങ്കല്പങ്ങളിൽ നമ്മൾ പലയിടത്തും കാണുന്ന അമ്മമാരെയൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ലിറ്ററേച്ചർ ഈസ് ദ എക്കോ ഓഫ് റിയൽ സോൾ എന്നാണെങ്കിൽ അത്തരത്തിൽ തൻ്റെ അനുഭവങ്ങളെ എല്ലാം വളരെ കുറുക്കി നമുക്ക് ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പോലെ ആക്കി തരാൻ ഉള്ള ശ്രമവും എഴുത്തുകാർ പലപ്പോഴും നടത്താറുണ്ട്. കുറുക്കിയെടുത്ത അത് പൊള്ളിക്കുന്നത് പോലെ. അങ്ങനെയാണ് ഇവിടെ തുടക്കം നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ അമ്മയും ഒരു പെണ്ണ്, നാട്ടിലെ തണ്ടാത്തിയും ഒരു പെണ്ണ്, ഉമ്മച്ചി പെണ്ണ്, മാണ്ഡ്യാരി പെണ്ണ്, നാടു ഭരിച്ചൊരു രാജാവിനെ പെറ്റ കോലോത്ത തമ്പ്രാട്ടി അമ്മയും പെണ്ണ്. പിന്നെ അങ്ങോട്ട് കാടിവെള്ളത്തിനായി പുരതുള്ളിപ്പാഞ്ഞൊരു കാരിക്കു കൂട്ടായ വെള്ളച്ചിയും പെണ്ണ്, പേറ്റുപുരയിലെ എറമുളം തണ്ടിൽ ഉടുമുണ്ട് കെട്ടി ആ പിടിവള്ളിയിൽ തൂങ്ങി പകിരി തിരിഞ്ഞാടി പാതിരാ നേരത്ത് കതിരിലെ പതിരായ ചാവിള്ളയെ തിരഞ്ഞെത്തുന്ന എതിരുപോൽ നെടുളാൻ്റെ കണ്ടത്തിനൊപ്പമേ കൂവിയും കാറിയും മുക്കിയും മൂളിയും പേറും പറപ്പും കഴിഞ്ഞ് കതച്ചിട്ട് ഈ കരിങ്കുട്ടിയെ നോക്കി വെളുക്കനെ നിന്ന് ചിരിച്ചതാണമ്മ, എൻ്റെ അമ്മയും ഒരു പെണ്ണ്. എന്നിട്ട് ആ കവിതയ്ക്ക് അങ്ങോട്ട് കല്ലരി ചേറിക്കൊഴിച്ച് ഇടനെഞ്ചിലെരിയും കനൽ തീയിൽ തിളകേറ്റി മിഴിനീരുപ്പിട്ട് വട്ടത്തിലാറ്റിയിട്ട് കരിക്കാടി തെല്ലോളം മോന്തി കുടിച്ചിട്ട് നുകമേന്തും കാന്തൻ്റെ ഇണക്കാളയാകുവാൻ ഓടിക്കിതച്ചെത്തി മേലാളത്തമ്പ്രാൻ്റെ പുലയാട്ടിൽ കലികേറി ചേറിൽ നുളച്ച് കൊതയ്ക്കും വയറിൻ്റെ കത്തല് മാറ്റാനിരുന്നുണ്ണും എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാക്കുകൾ വളരെ അധികം നമ്മളെ തൊടുന്നുണ്ട്. ഇത് ഒരുപക്ഷെ കവിത പൊള്ളിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മളെ തൊടുമ്പോഴും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കവിത എഴുത്തിൽ ഇത്തരം ക്യാമ്പുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ കവിതയുടെ ഈ പല വഴികളും ഒന്ന് വായിച്ചു പോകുന്നത് വളരെ അനിവാര്യമാണ്. കാരണം കവിത 2 വരികളിൽ കവിതകൾ പോകുമ്പോൾ നമ്മൾ കുഞ്ഞുണ്ണി മാഷിനെയൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഏത് സാഹിത്യത്തിലേക്ക് പോയാലും കവിതകളിങ്ങനെ 6 or 7 വരികൾ കടലുകൾ നിറച്ചു വെച്ച് എള്ളിനെ ചൂഴ്ന്ന് അതിൽ 7 ആഴി കൊള്ളിച്ചു വള്ളുവരെന്ന് എല്ലാവരും വിശേഷിപ്പിക്കും. എള്ളിനെ ചൂഴ്ന്ന് 7 ആഴി കൊള്ളിക്കുന്ന തന്ത്രം അത് എഴുത്തിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റും. ചില വാക്കുകൾ അങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് കൊള്ളുന്നത്. കൂടുതലൊന്നും വരികൾ വേണ്ടി വരില്ല അല്ലേ? അപ്പം അങ്ങനെ ഉള്ള ഒരു എഴുത്തിലേക്ക് എത്താൻ ഇത്തരം ക്യാമ്പുകൾ വർഷത്തിലൊരിക്കൽ നടത്തുന്നതല്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി കുറേ സമയം മാറ്റിവെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചില കാറപകടത്തിൽ മരിച്ചവൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് എന്ന് ഈ അയ്യപ്പൻ എഴുതുമ്പോൾ, ബുദ്ധ ഞാൻ ആട്ടിൻകുട്ടി കല്ലേറ് കൊണ്ടിട്ട് എൻ്റെ കണ്ണ് പോയി, നിന്നെ ആൽത്തറ കാണുവാൻ ഒട്ടും വയ്യ. ബുദ്ധനും ആട്ടിൻകുട്ടി എഴുതുമ്പോൾ ഒരു ബുദ്ധൻ ഇന്നത്തെ സിദ്ധാർത്ഥന്മാർ
ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അപ്പുറത്ത് പോകുന്ന നായ്ക്കുട്ടിയെ കല്ലെറിഞ്ഞ് തള്ളിയിടാൻ ശ്രമിക്കുന്ന സിദ്ധാർത്ഥന്മാരാണ്. പണ്ട് ബിംബിസാറിൻ്റെ യാഗശാലയിലേക്ക് കൊണ്ടുപോയ ആട്ടിൻകൂട്ടത്തെ രക്ഷിച്ചവനാണ് ആ സിദ്ധാർത്ഥൻ. അപ്പോൾ പ്രത്യയശാസ്ത്രത്തിൽ വരുന്ന പാകപ്പിഴകൾ, ഈ സമൂഹത്തിൽ വരുന്ന പേരുകൾക്ക് വരുന്ന വൈരുദ്ധ്യങ്ങൾ, ഇതെല്ലാം കവിതകളിലേക്ക് കൊണ്ടുവന്ന് പുതിയ കാല പരീക്ഷണങ്ങൾ അത്തരത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ചു വരുമ്പോഴാണ് നമ്മുടേതായ എഴുത്തുകളെ ഒന്ന് നമുക്ക് കൂടുതൽ തീക്ഷ്ണമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ ഇന്ധനം പല കാലങ്ങളിലെ എഴുത്തുകൾ അറിഞ്ഞ് അത് നിറയ്ക്കുക എന്നതാണ്. ആ ഇന്ധനം അങ്ങനെ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴുകി പരക്കാൻ പറ്റും. അതിന് ഇത്തരം ക്യാമ്പുകൾ നമുക്കൊരു ചെറിയ ഒരു ഇടമൊരുക്കൽ മാത്രമാണ്. ഇതിനെ കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോവുക എന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോഴും മറ്റുള്ള ആളുകൾ പലപ്പോഴും പറയുന്നതൊക്കെ നമ്മളും ക്യാമ്പുകളിൽ കേട്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ കവിതകൾ നമ്മൾ വായിക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ എല്ലാവരും വഴിതെറ്റി പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് വാക്കുകളെ കുറുക്കി അത് അവതരിപ്പിക്കാൻ, അത് എഴുതാൻ ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള വായന വേണം. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ താളഭേദങ്ങൾ, ഒരു കവിത എഴുതുമ്പോൾ ആ കവിതയിൽ ഒരു താളം, നമ്മൾ പദ്യം, വൃത്തം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബുള്ളറ്റിൻ എന്ന കവിത കുരിപ്പുഴ ശ്രീകുമാർ എഴുതുമ്പോൾ അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വൃത്തം വാർത്തയുടെ വൃത്തമാണ്. നമ്മൾ പക്ഷേ കവിത വായിച്ചാൽ ഗദ്യത്തിൽ കാവേജിൻ്റെ മുഖവും ചോളത്തിൻ്റെ നിറവുമുള്ള ദമയന്തി ഭരണമാല്യവുമായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നു. 5 നടന്മാർ. ദമയന്തി എല്ലാ ദൈവങ്ങളോടും ചോദിച്ചു, യഥാർത്ഥ നടൻ ആരാണ്? മുദ്രകളില്ലാത്ത 5 പേരും വ്യാജന്മാരായിരുന്നു. ബാബറുടെ വോട്ട് ശ്രീരാമൻ ചെയ്തു. ശ്രീരാമൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു. കൗസല്യയുടെ വോട്ട് മിഥിലയിലും സീതയുടെ വോട്ട് ലങ്കയിലുമായിരുന്നു. കരയുന്ന ഇണക്കിളിക്ക് പകരം വേടൻ്റെ ചിത്രമായിരുന്നു ബാലറ്റ് പേപ്പറിൽ. അതിനാൽ വാൽമീകി വോട്ട് ചെയ്തില്ല. ഈ കവിതയൊക്കെ നമുക്ക് പല തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ബുള്ളറ്റിൻ, അപ്പോൾ വാർത്ത, ആകാശവാണി വാർത്ത കേൾക്കുന്ന മട്ടിൽ കവിത. ഇതുപോലെ ഇപ്പോൾ ദർശനേച്ചിയുടെ കവിത വായിച്ചാൽ നമുക്ക് കൃത്യമായി കേക എന്ന വൃത്തം അതിൽ നമുക്ക് കാണാൻ പറ്റും. പദ്യം വാർക്കുന്ന തോതാണ്. അതുകൊണ്ടാണ് കേകാവൃത്തത്തിൽ മാമ്പഴം എഴുതിയെങ്കിൽ മാമ്പഴക്കാലം എഴുതിയപ്പോൾ പി രാമേന്ദ്രനും ആ വൃത്തത്തെ എടുത്തു, പക്ഷെ ഭാഷ കൊണ്ട് പുതുക്കി. പറയൂ നാട്ടിൻ പുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ? കുഞ്ഞുമകൾ ചോദിച്ചു മഞ്ഞദ്രാവകം കുഴൽ വഴി നുണയും നേരം ചിത്രശലഭം പോലൻ ചാരേ. എന്നിട്ട് പറയുന്നത് പുതിയ കാലമാണ്. പറയാനാമോ രുചിഭേദങ്ങൾ ഈ അച്ഛനും മകളെ നീയും തമ്മിൽ, എത്ര മാമ്പഴക്കാലമകലം ശരീരത്തിൽ മനസ്സിൽ രുചിയിലും, അറിയും തോറും നിനക്കെന്നെയും പൊളിച്ചിടാം. വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല, അങ്കണത്തൈമാവിൽ നിന്നാദ്യം. ഇപ്പോൾ നോക്കൂ, കേകയാണ്, പക്ഷേ കവി അവിടെ കൊണ്ടുവന്ന പുതിയ കാല ജീവിതമാണ്. പണ്ടത്തെ മാമ്പഴക്കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ആ കാലത്തെ ആവിഷ്കരിക്കാൻ പഴയ കവി നമുക്ക് ഇട്ടുപോയ ആ മാമ്പഴക്കാലത്തിൻ്റെ ആ താളത്തേക്ക് എടുക്കുമ്പോഴും കവിത പുതിയതാകുന്നു. പുതിയ കാലത്ത് വാങ്ങുന്നു, കുടിക്കുന്നു, വലിച്ചെറിയുന്നു, ജീവിതക്കൂടുകളും നടതള്ളപ്പെടുന്ന, വലിച്ചെറിയപ്പെടുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ കവി അത്തരത്തിലുള്ള ഒരു എഴുത്തിലേക്ക് വരുമ്പോഴും ചിലതൊക്കെ കവിയും തിരിച്ചറിയുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് പല വായനകളിലൂടെ എല്ലാം പുതുക്കി പോകുന്നതിന് കഴിയുന്നതാണ്. നന്നായിട്ട് തന്നെ ജയകുമാരനും അതുപോലെ നമ്മുടെ പ്രിയ കവി ശ്രീജിത്തിൻ്റെയൊക്കെ 4 വരി കവിതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചെരവയും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ കവിതയുടെ പുതിയ ചില സ്വഭാവങ്ങൾ കാണും. അതുകൂടെ ചെയ്ത് ഒരു 3-4 കവിത ചൊല്ലി നമുക്കത് അവസാനിപ്പിക്കാം. എല്ലാവർക്കും എഴുത്തിൽ കൂടുതൽ തിളക്കങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ ഇത് മതി. ഇപ്പോൾ ഇത് നമ്മൾ കേട്ട 22-23 കവിതയൊക്കെ കേട്ടുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ആ കവിതയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്നതും കൂടി നമ്മൾ തിരിച്ചറിയുക.